നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈനിലെ പ്രവാസി ഗൈഡൻസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ മീറ്റും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. മാവൂസിലെ മെക്കൻഡീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ PGF നൽകിവരുന്ന കർമ്മജ്യോതി പുരസ്കാരം ബഹ്റൈനിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ ബഷീർ അമ്പലായ്ക്ക് ഡെയിലി ട്രിബ്യൂൺ ചെയർമാനും മുൻ കർമ്മജ്യോതി ജേതാവുമായ P. ഉണ്ണികൃഷ്ണൻ സമ്മാനിച്ചു. ഇതോടൊപ്പം സംഘടനയുടെ അംഗങ്ങൾക്കായി നൽകിവരുന്ന പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. PGF ജുവൽ അവാർഡ് ലത്തീഫ് കോലിക്കലിനും PGF പ്രോഡിജി അവാർഡ് അനിൽകുമാർ, വിമല തോമസ് എന്നിവർക്കും, മികച്ച കൌൺസിലർക്കുള്ള അവാർഡ് മുഹമ്മദ് റഫീഖിനും, മികച്ച ഫാക്കൽറ്റി പുരസ്കാരം ബിനു ബിജുവിനും, മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള അവാർഡ് ജെയിംസ് ഫിലിപ്പിനും, മികച്ച കോർഡിനേറ്റർക്കുള്ള പുരസ്കാരം റോസ് ലാസർ, ജസീല MA, സുധീർ NP എന്നിവർക്കുമാണ് സമ്മാനിച്ചത്. PGF പ്രസിഡന്റ് ബിനു ബിജു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജോയിന്റ് സെക്രട്ടറി ജെയിംസ് ഫിലിപ്പ് സ്വാഗതവും ഇവന്റ് കൺവീനർ വിശ്വനാഥൻ ഭാസ്കരൻ നന്ദിയും രേഖപ്പെടുത്തി. PGF മുൻ പ്രസിഡന്റ് EK സലീം റമദാൻ സന്ദേശം നൽകിയ യോഗത്തിൽ PGF വർക്കിംഗ് ചെയർമാൻ പ്രദീപ് പുറവങ്കര, മുൻ പ്രസിഡന്റ് ലത്തീഫ് കോലിക്കൽ, മുൻ കർമ്മജ്യോതി പുരസ്കാര ജേതാക്കളായ സുബൈർ കണ്ണൂർ, സലാം അമ്പാട്ടുമൂല, മനോജ് വടകര എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ദേവ്ജി BKS GCC കലോത്സവം രജിസ്ട്രേഷൻ മാർച്ച് 18 അവസാനിക്കുന്നതായി ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ അറിയിച്ചു. GCCയിൽ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവങ്ങളിലൊന്നായി ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഏവരും അവസരം ഉപയോഗപ്പെടുത്തണമെന്നും സംഘാടകർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ജനറൽ കൺവീനർ ബിറ്റോ പാലമറ്റത്തിനെ 37789495, ജോയിന്റ് കൺവീനർമാരായ രേണു ഉണ്ണികൃഷ്ണനെ 38304089, സോണി KCയെ 33337598 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്നും സംഘാടകർ അറിയിച്ചു. കൊല്ലം പ്രവാസി അസോസിയേഷൻ നടത്തിയ ഇഫ്താർ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. KCA അങ്കണത്തിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ 600-ലധികം ആളുകൾ പങ്കെടുത്തു. KPA രക്ഷാധികാരിയും മുൻ ലോക കേരള സഭാംഗവുമായ ബിജു മലയിൽ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സയ്യിദ് റമദാൻ നദവി റമദാൻ സന്ദേശം നൽകി. കൊല്ലം പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് അനോജ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, ഇന്ത്യൻ സ്കൂൾ സെക്രട്ടറി രാജപാണ്ഡ്യൻ, ഡോക്ടർ PV ചെറിയാൻ എന്നിവരും സന്നിഹിതരായിരുന്നു. KPA സ്ഥാപക പ്രസിഡന്റ് നിസാർ കൊല്ലം, KPA ട്രഷറർ മനോജ് ജമാൽ, അസിസ്റ്റന്റ് ട്രഷറർ കൃഷ്ണകുമാർ, KPA രക്ഷാധികാരി ചന്ദ്രബോസ്, BKS ലേഡീസ് വിംഗ് സെക്രട്ടറി മോഹിനി തോമസ് തുടങ്ങി ബഹ്റൈനിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. KPA സെക്രട്ടറി അനിൽകുമാർ സ്വാഗതം ആശംസിച്ച യോഗത്തിന് ഇഫ്താർ കമ്മിറ്റി കൺവീനർ സിദ്ദിഖ് ഷാൻ നന്ദി രേഖപ്പെടുത്തി. KPA സെക്രട്ടറി രജീഷ് പട്ടാഴി, KPA വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് കുഞ്ഞ് എന്നിവർ ചടങ്ങുകൾ നിയന്ത്രിച്ചു. സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗങ്ങൾ, സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ ഭാരവാഹികൾ, പ്രവാസി ശ്രീ യൂണിറ്റ് ഹെഡുകൾ എന്നിവർ ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് 5, 7, 10 ക്ലാസുകളിൽ നടത്തിയ പൊതുപരീക്ഷയിൽ സമസ്ത ബഹ്റൈൻ മനാമ ഇർഷാദുൽ മുസ്ലിമിൻ മദ്രസയിൽ 71 വിദ്യാർത്ഥികൾ പൊതുപരീക്ഷ എഴുതി. 1 ടോപ്പ് പ്ലസ്, 14 ഡിസ്റ്റിങ്ഷൻ, 27 ഫസ്റ്റ് ക്ലാസ്, 11 സെക്കൻഡ് ക്ലാസ് എന്നിവയുൾപ്പെടെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മികച്ച വിജയം നേടാൻ കഴിഞ്ഞു. 7ാം തരത്തിൽ ടോപ്പ് പ്ലസ് നേടി ആയിഷ അഷ്കർ 1ാം സ്ഥാനവും, ഡിസ്റ്റിങ്ഷൻ നേടി നൂർ ഫാത്തിമ ഇനിയത്ത് 2ാം സ്ഥാനവും, ഡിസ്റ്റിങ്ഷനോടെ ഫാത്തിമ നസ്രിൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. 5ാം തരത്തിൽ ഡിസ്റ്റിങ്ഷൻ നേടി റിസ ഫാത്തിമ 1ാം സ്ഥാനവും, ഡിസ്റ്റിങ്ഷൻ നേടി അബാൻ സാദിഖ് 2ാം സ്ഥാനവും, ഡിസ്റ്റിങ്ഷനോടെ അസ്ഫ ഫാത്തിമ 3ാം സ്ഥാനവും കരസ്ഥമാക്കിയപ്പോൾ 10ാം തരത്തിൽ ഹിബ അംജദ് 1ാം സ്ഥാനവും, മിൻഹ നിയാസ് 2ാം സ്ഥാനവും, ആയിഷ നിദ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികളെയും പ്രാപ്തരാക്കിയ അധ്യാപകരെയും രക്ഷിതാക്കളെയും അഭിനന്ദിക്കുന്നതായും റമദാൻ അവധി കഴിഞ്ഞ് ആരംഭിക്കുന്ന പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചതായും മനാമ ഇർഷാദുൽ മുസ്ലിമിൻ മദ്രസ ഭാരവാഹികൾ അറിയിച്ചു. ബഹ്റൈൻ നവകേരള ഈ വർഷത്തെ ഇഫ്താർ വിരുന്ന് അസ്കറിലുള്ള ഗ്രിൽ ടെക് മെറ്റൽ പ്രോഡക്റ്റ് കമ്പനി തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് സംഘടിപ്പിച്ചു. 150ഓളം ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം അറിയിക്കുന്ന റമദാൻ മാസത്തിൽ സഹജീവികളെ കരുതുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്നും ബഹ്റൈൻ നവകേരള ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്നും റമദാൻ സന്ദേശം നൽകിയ ഉസ്താദ് ബഷീർ പറഞ്ഞു. ഇഫ്താർ വിരുന്നിന് ശേഷം വൈസ് പ്രസിഡന്റ് സുനിൽ ദാസ് ബലയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ലോക കേരള സഭാംഗങ്ങളായ ഷാജി മൂത്തല, ജേക്കബ് മാത്യു എന്നിവർ ആശംസകൾ നേർന്നു. സെക്രട്ടറി AK സുഹൈൽ സ്വാഗതവും കൺവീനർ പ്രശാന്ത് മാണിയത്ത് നന്ദിയും രേഖപ്പെടുത്തി. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള.
skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥി വാഹനാപകടത്തിൽ മരിച്ചു. കൊല്ലം മുഖത്തല സ്വദേശിയും ബഹ്റൈൻ പ്രവാസിയുമായ നൌഷാദ് സൈനാലുബൂദിന്റെ മകൻ ഇന്ത്യൻ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് സയീദ് ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് സൈക്കിളിൽ വരുമ്പോൾ ഹിദ്ദിൽ വെച്ചാണ് അപകടമുണ്ടായത്. മൃതദേഹം കിങ് ഹമദ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മക്കയിലെ ഗ്രാൻഡ് മോസ്കിൽ നിന്നുള്ള പ്രഭാഷണങ്ങളും മതപാഠങ്ങളും 11 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾക്ക് മതപഠനം കൂടുതൽ എളുപ്പത്തിലാക്കാനാണ് ഇത്തരമൊരു നീക്കത്തിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് ഇരു ഹറമുകളുടെയും പരിപാലന ചുമതലയുള്ള അധികൃതർ അറിയിച്ചു. മനാറത്ത് അൽ ഹറൈമൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് ബഹുഭാഷകളിലുള്ള പ്രഭാഷണങ്ങൾ ലഭ്യമാവുക. ഈദ്, വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ എന്നിവ മനാറത്ത് അൽ ഹറൈമൻ വഴി ലഭ്യമാകും. കൂടാതെ അറഫാത്ത് ഗ്രഹണ സമയത്ത് നടത്തുന്ന പ്രസംഗങ്ങൾ, മഴ പ്രാർത്ഥനകൾ എന്നിവയും ഇതിലൂടെ കേൾക്കാൻ സാധിക്കും. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഉറുദു, മലായ്, പേർഷ്യൻ, ഹൌസ, ചൈനീസ്, റഷ്യൻ, ബംഗാളി, തുർക്കിഷ്, ഇന്തോനേഷ്യൻ എന്നീ ഭാഷകളിലാണ് വിവർത്തനങ്ങൾ ചെയ്യുക. റോമിലെ ജമല്ലി ആശുപത്രിയിലെ ചാപ്പലിൽ നിന്നും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഫോട്ടോ വത്തിക്കാൻ പുറത്തുവിട്ടു. ദിവ്യബലി അർപ്പിക്കുമ്പോൾ ധരിക്കുന്ന സ്റ്റോളും ധരിച്ചിരിക്കുന്ന 88-കാരനായ മാർപ്പാപ്പയാണ് ചിത്രത്തിലുള്ളത്. ന്യൂമോണിയ ബാധിച്ച് ഫെബ്രുവരി 14 ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ശേഷം വത്തിക്കാനിൽ നിന്ന് പുറത്തുവരുന്ന മാർപ്പാപ്പയുടെ ആദ്യത്തെ ഫോട്ടോ ആണ് ഇത്. ഉക്രൈൻ, പലസ്തീൻ, ഇസ്രായേൽ, ലെബനൻ, മ്യാൻമർ, സുഡാൻ, കോങ്കോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നിവിടങ്ങളിൽ സമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്നും പോപ്പ് ആവർത്തിച്ചു. അർജന്റീനിയൻ തുറമുഖ നഗരമായ ബഹിയ ബ്ലാങ്കയിലും സിറിയയിലും വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടവരോട് തന്റെ പ്രാർത്ഥന പോപ്പ് പ്രകടിപ്പിച്ചു. ദുരന്തത്തിൽ അദ്ദേഹം ദുഃഖവും രേഖപ്പെടുത്തി. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം റദ്ദാക്കി കേരള ഹൈക്കോടതി. നിയമസാധുതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ നടപടി. കേരള വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ചാണ് വിധി പറഞ്ഞത്. വഖഫ് ട്രൈബ്യൂണലിന് മുന്നിലുള്ള വിഷയത്തിൽ അന്വേഷണം നടത്താനാവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കമ്മീഷനെ നിയോഗിക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും എന്നാൽ മനസ്സിരുത്തിയല്ല സർക്കാർ കമ്മീഷനെ നിയോഗിച്ചതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. നിയമനം റദ്ദാക്കിയതിൽ പ്രതികരിക്കേണ്ടത് സർക്കാരാണെന്ന് കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പറഞ്ഞു. നിയമിച്ചതും നിയമനത്തെ കോടതിയിൽ ന്യായീകരിച്ചതും സർക്കാരാണെന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ അറിയിച്ചു. അതേസമയം സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ സർക്കാർ അപ്പീൽ നൽകും. ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാനാണ് തീരുമാനം. കേരളം പിടിക്കാൻ തന്ത്രങ്ങളുമായി കോൺഗ്രസ്. ഹൈക്കമാൻഡിന്റെ മേൽനോട്ടത്തിലായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുക. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തിരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കാനാണ് തീരുമാനം. ദേശീയ നേതൃനിര കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുമെന്നാണ് വിവരം. പ്രിയങ്കയ്ക്കും രാഹുലിനും പുറമെ ദേശീയ തലത്തിലെ യുവനിരയെ ഉൾപ്പെടെ കേരളത്തിൽ പ്രചാരണത്തിന് അണിനിരത്തുമെന്നും സൂചനയുണ്ട്. ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിലാവും പ്രകടന പത്രിക തയ്യാറാക്കുക. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.